നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വീടുകളിലും കാണാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് ചൂല് എന്ന് പറയുന്നത്. ചൂല് ഉപയോഗിക്കുന്ന ഓരോരുത്തരും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ശുഭകാര്യങ്ങൾ സംഭവിക്കും. അത് ശരിയായ രീതിയിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിപരീത ഫലമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചൂലിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ലക്ഷ്മി ദേവിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുവാണ് ചൂല് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. ചൂല് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ തെറ്റായ ദിശയിൽ വയ്ക്കുന്നത് ഒക്കെയും നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ സ്വസ്ഥത കുറവും കുടുംബത്തിൽ പ്രശ്നങ്ങളും അതുപോലെ കടങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെയും തന്നെ ഈ ഒരു ചൂലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചൂല് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ചൂലിന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീട്ടിലെ ചൂല് കൃത്യമായിട്ടുള്ള സ്ഥാനത്താണോ വച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വടക്ക് പടിഞ്ഞാറ് ദിശയാണ് ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് ചൂല് സൂക്ഷിക്കാൻ സാധിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. പടിഞ്ഞാറ് ഭാഗത്തായാലും കുഴപ്പമില്ല. നിങ്ങളുടെ വീടിന്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ചൂല് സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ചൂല് വയ്ക്കാനുള്ള ഒരു സൗകര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഭാഗത്ത് തന്നെ ചൂല് വയ്ക്കുക. നിങ്ങളുടെ വീട്ടിലേക്ക് ധനനേട്ടം കൊണ്ടുവരാനും അതുപോലെ തന്നെ വീട്ടിൽ ശുഭകാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരാനും ഒക്കെയും ഈ ഒരു ചൂല് ഇങ്ങനെ സൂക്ഷിക്കുന്നത് വഴി സാധിക്കും. ഇനി ഈ ഒരു ചൂല് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും നമ്മൾ ചൂല് തിരിച്ചു വയ്ക്കാനായിട്ട് പാടില്ല. തിരിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ ചൂല് പിടിച്ച് അടിക്കുന്ന ഭാഗമുണ്ടല്ലോ, നമ്മുടെ കൈകൊണ്ട് പിടിക്കുന്ന ഭാഗം, അത് മുകളിലും ചൂലിന്റെ താഴ്ഭാഗം താഴെയുമായിട്ട് തന്നെ വരുന്ന രീതിയിൽ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. തിരിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കൈകൊണ്ട് പിടിക്കുന്ന ഭാഗം താഴെയാക്കി വെച്ച് ആ ഒരു ചൂലിന്റെ ഭാഗം മുകളിലേക്ക് വയ്ക്കുന്ന രീതിയിൽ ചിലരെങ്കിലും അങ്ങനെ വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നമ്മളിങ്ങനെ ചൂല് കുത്തനെ വയ്ക്കുന്ന സമയത്ത് അതിന്റെ താഴ്ഭാഗം മടങ്ങി പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ തിരിച്ച് ചൂല് സൂക്ഷിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. വളരെയധികം ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണിത്. നിങ്ങൾ ഇങ്ങനെ ചൂല് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും ഇതുപോലെ തന്നെ തലതിരിഞ്ഞ അവസ്ഥയിലേക്ക് വന്നു ചേരും. തലതിരിഞ്ഞ അവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അതൊക്കെയും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ചൂല് സൂക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു വയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ചൂല് കുത്തനെ വയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കിടത്തി വയ്ക്കുന്നതാണ് ഉത്തമം. വേസ്റ്റ് ഇടുന്ന സ്ഥലത്തൊന്നും നമ്മൾ ചൂല് വയ്ക്കാനായിട്ട് പാടില്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂല് കിടത്തി വയ്ക്കുന്ന സമയത്തും നമ്മൾ അതിൻ്റെ അടിയിലായിട്ട് ഒരു തുണി വിരിച്ച് കിടത്തി വയ്ക്കുന്നത് വളരെ ഉത്തമമാണ്. ആ തുണിയിൽ മഞ്ഞൾ ചേർത്ത വെള്ളം കൊണ്ട് കുടയണം. മഞ്ഞൾ ചേർത്ത വെള്ളം കുടയുന്നത് വളരെ ഉത്തമമാണ്. മഹാലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണിത്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു തുണിയൊന്ന് കഴുകാനായിട്ടും അതുപോലെ തന്നെ മഞ്ഞൾ വെള്ളം തളിക്കാനായിട്ടും ശ്രമിക്കുക. സാധിക്കുമെങ്കിൽ ഈ ഒരു കാര്യം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക. ദേവിയെ തൃപ്തിപ്പെടുത്താനും അതുപോലെ തന്നെ ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനും വളരെ നല്ലതാണ്. നിങ്ങൾ കുറച്ച് ദിവസമെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ചൂല് കിടത്തി വയ്ക്കാനും ഈ പറഞ്ഞ പോലെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വയ്ക്കാനും കിടത്തി വയ്ക്കുന്നതിൻ്റെ അടിയിലായിട്ട് ഒരു തുണി വെച്ച് അതിൽ മഞ്ഞൾ വെള്ളം കുടയുകയും ചെയ്യുക. വളരെ വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കും. പലരും ചൂല് അലക്ഷ്യമായിട്ട് വയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വീടുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും. ദാരിദ്ര്യം എന്നുദ്ദേശിക്കുന്നത് ഭക്ഷണത്തിനുള്ള മുട്ട് മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യം, സ്നേഹത്തിനുള്ള ദാരിദ്ര്യം, സന്തോഷത്തിനുള്ള ദാരിദ്ര്യം, ഇതൊക്കെയും അങ്ങനെയുള്ള വീടുകളിൽ ഉണ്ടാവും. പിന്നെ ഇനി അടുത്തതായിട്ടുള്ള ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ലക്ഷ്മി ദേവിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുവാണ് ചൂല് എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നമ്മൾ കാലുകൊണ്ട് ചവിട്ടാനായിട്ട് പാടില്ലാത്ത ഒരു വസ്തുവാണ് ചൂല്. ഇനി അടുത്ത ഒരു കാര്യം, ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് അടുക്കളയിലായിരിക്കും ചൂല് സൂക്ഷിക്കുന്നത്.
ഒരു കാരണവശാലും നമ്മുടെ വീടിന്റെ അടുക്കളയിൽ നമ്മൾ ചൂല് സൂക്ഷിക്കാനായിട്ട് പാടില്ല. ഇനി അടുക്കളയുടെ വടക്ക് പടിഞ്ഞാറേ ഭാഗത്താണെങ്കിലും പാടില്ല. അടുക്കളയിൽ ഒരു കാരണവശാലും ചൂല് വയ്ക്കാൻ പാടില്ല. നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ നിങ്ങൾ ചൂല് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവിടുന്ന് മാറ്റിക്കോളൂ. അടുക്കളയിൽ നമ്മൾ ചൂല് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അന്നം മുട്ടും എന്നാണ് പറയുന്നത്. കടം കൊണ്ട് പൊറുതി മുട്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സൂര്യാസ്തമയത്തിന് ശേഷം ചൂല് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ത്രിസന്ധ്യാ സമയത്ത് ചൂല് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സൗഭാഗ്യങ്ങളെ തൂത്തുകളയുന്നതിന് തുല്യമാണ്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നല്ല കാര്യങ്ങളെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് ഈ ത്രിസന്ധ്യാ സമയത്ത് അടിച്ചു വാരുക അല്ലെങ്കിൽ ചൂല് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചൂല് വാങ്ങി സൂക്ഷിക്കാറുണ്ടല്ലേ? എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ചൂല് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നല്ലതാണെങ്കിൽ ഉപയോഗിക്കുക കേട്ടോ. പക്ഷെ നമ്മൾ എന്ത് തന്നെ ആയാലും അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് കേടുപാടുകൾ സംഭവിക്കും. കുറ്റിച്ചൂലാവുന്നത് വരെയൊന്നും ഒരു കാരണവശാലും ചൂല് യൂസ് ചെയ്യരുത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചൂല് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ വീട്ടിൽ ഒന്നിലധികം ചൂല് സൂക്ഷിക്കാറുണ്ടാവും, വാങ്ങി സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂല് വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പാടില്ല. നമ്മളത് ഉപയോഗിക്കണം. ഒരുപാട് മുന്നേ വാങ്ങിക്കൊണ്ടുവച്ച് ഉപയോഗിക്കുന്നതിലും നല്ലത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ഉടനെ തന്നെ അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒന്നിലധികം ചൂലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഒറ്റ സംഖ്യാക്രമത്തിലായിരിക്കണം വീട്ടിലെ ചൂലിൻ്റെ എണ്ണം. അതായത് 1, 3, 5, 7 അങ്ങനെ. നിങ്ങളുടെ വീട്ടിൽ ഒരു ചൂല് മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം നോക്കണ്ട. അതല്ലാതെ നിങ്ങളുടെ വീട്ടിൽ 2 ചൂലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇരട്ട സംഖ്യാക്രമത്തിൽ വീട്ടിൽ ഒരു കാരണവശാലും ചൂല് വയ്ക്കാനായിട്ട് പാടില്ല. പലരും ചൂലിന് ശരിയായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കാറില്ല എന്നതാണ് വാസ്തവം. അതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, ചൂല് മുഴുവൻ പോയി പുതിയ ചൂല് വാങ്ങിച്ചിട്ടുണ്ടാവും. എന്നാലും ആ ഒരു പഴയ ചൂല് ചാടാനുള്ള മടിയോ കളയാനുള്ള ബുദ്ധിമുട്ടോ ഒക്കെ കൊണ്ട് അതും കൂടെ എടുത്തവിടെ വെക്കും. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നശിച്ച ചൂല് അല്ലെങ്കിൽ പൊട്ടിയ ചൂല്, നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള ചൂല് കത്തിച്ച് കളയാനായിട്ട് ശ്രമിക്കുക. അത് വീണ്ടും വീട്ടിൽ വെച്ച് നിൽക്കാനായിട്ട് പാടുള്ളതല്ല. ഇതും നിങ്ങൾക്ക് ദോഷം വരുത്തുന്ന കാര്യമാണ്. ചില ആൾക്കാർ വേസ്റ്റ് ഒക്കെ ഇടുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് ഇട്ട് കളയും. അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കാതെ കത്തിച്ച് കളയുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. ഇനി അതല്ല വീടിന്റെ ഒരു കോണിൽ കൊണ്ടുപോയിട്ട് ഇടുന്നത്, അതൊക്കെയും ദോഷകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളുടെയും മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാവാം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചില സമയത്ത് തൂത്തുവാരുന്ന സമയത്ത് ചൂല് ഉപയോഗിക്കുന്ന സമയത്തായിരിക്കും വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ വരുന്നത്. ആ സമയത്ത് അതിനെ ഓടിക്കാനായിട്ട് നമ്മൾ ചൂല് കൊണ്ട് അതിന്റെ മുകളിലേക്ക് ഓങ്ങാറുണ്ട് അല്ലെ? ചില ആൾക്കാർ അടിക്കാറുമുണ്ട്. ഒരു കാരണവശാലും നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഒന്നിന് മുകളിലേക്കും നമ്മൾ ചൂല് കൊണ്ട് ഓങ്ങാനായിട്ട് പാടില്ല. അതായത് അടിക്കാൻ പോകുന്നത് പോലെ ഇങ്ങനെ ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ലക്ഷ്മി ദേവിയുടെ കോപം നമ്മളിലേക്ക് വരുത്താനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദേവി കോപിക്കും, അതുമൂലം നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. ഹൈന്ദവ വിശ്വാസപ്രകാരം നമ്മുടെ വീട്ടിലെ ചൂലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ വീട്ടിലെ ചൂലിന് നമ്മെ കോടീശ്വരനാക്കാനും ദരിദ്രനാക്കാനും ഒരുപോലെ സാധിക്കും എന്നാണ് പറയുന്നത്. ചൂലിനോട് നമ്മൾ കാണിക്കുന്ന ചില തെറ്റുകൾ നമ്മുടെ വീട് മുടിയാനായിട്ട് നശിക്കാനായിട്ട് കാരണമാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. നമുക്കറിയാം, ചൂലിന്റെ ധർമ്മം എന്ന് പറയുന്നത് വൃത്തിയാക്കുക എന്നതാണ്. വൃത്തിഹീനമായിട്ടിരിക്കുന്ന സ്ഥലത്താണ് മൂദേവി വസിക്കുന്നത്. അപ്പോൾ ചൂല് കൊണ്ട് നമ്മൾ ആ മൂദേവിയെയാണ് പുറത്താക്കുന്നത്, മഹാലക്ഷ്മിയെ കുടിയിരുത്തുന്നത്. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ഓർത്ത് വെക്കുക. വീട്ടിലെ വീട്ടമ്മ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ചൂല് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഈ വീഡിയോ തീർച്ചയായിട്ടും കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.